സർവമായ ഈ സിനിമയിലൂടെ നിവിൻ പോളിയുടെ ഗംഭീര തിരിച്ചുവരവാണ് നടന്നിട്ടുള്ളത്. ഒരു തർക്കമില്ല. പക്ഷേ ഇന്ന് നിവിൻ പോളിനെക്കാളും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡെലിലു. ഡെലിലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച റിയ ഷിബു. ഹാപ്പി അല്ലേ ഓർ ഇമോഷണൽ ആണോ? ബോത്ത് സെയിം. I'm so happy to see you guys. തൻ്റെ സിനിമയുടെ ഹൗസ്ഫുള്ളായ ബോർഡ്, തിയേറ്ററിലുള്ള ബോർഡിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുത്തു. പിന്നെ സിനിമ പ്രദർശനം നടക്കുന്ന സമയത്ത് അതിൻ്റെ ആരവം ചെവി കൂർപ്പിച്ച് കേട്ടിട്ട് ആസ്വദിച്ചുകൊണ്ടും പ്രേക്ഷകരെ അഭിനന്ദിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞും അങ്ങനെ നിഷ്കളങ്കമായ ഭാവത്തോടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് നമ്മുടെ എല്ലാം മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് നമ്മുടെ റിയ ഷിബു. സത്യം പറഞ്ഞാൽ ഈ സിനിമ കാണുന്ന സമയത്ത് ഒരു ഡെലിലു മായ ആവുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് ഭയങ്കരമായിട്ട് ഒരു മനസ്സിൻ്റെ അകത്ത് ഒരു വിങ്ങലുണ്ടാകുന്ന അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ നമ്മളെ മനസ്സൊന്നും ഇങ്ങനെ എന്താ പറയുക ഒരു വിങ്ങലുണ്ടാക്കിയിട്ടാണ് പോണത്. എന്നിട്ട് ക്ലൈമാക്സോട് അടുക്കുന്ന സമയത്ത് അയ്യോ ഒന്നുകൂടി ഡെലുലുവിനെ കണ്ടിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ആഗ്രഹിച്ചു പോയി. അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ എത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ, അത് എസ്പെഷ്യലി അതിന് ആദ്യം താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ഡയറക്ടറിനോടാണ്. കാരണം ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു നടിയെ നമുക്ക് സമ്മാനിച്ചത് ഡയറക്ടർ തന്നെയാണ്. റിയ ഷിബു ആദ്യമായിട്ടല്ല സിനിമയിൽ അഭിനയിക്കുന്നത്, ഇതിന് മുമ്പേ സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് റിയ. പക്ഷേ ഈ ക്യാരക്ടർ ഡെലിലു എന്ന ക്യാരക്ടർ നമ്മുടെ ഒരു ജെൻസി കാറ്റഗറിയിൽ വരുന്ന ഒരു ടൈപ്പാണ്. അതായത് നമ്മുടെ പഴയ ഒരു പ്രേതസങ്കല്പം ഉണ്ടല്ലോ, വെള്ള സാരി ഉടുത്ത് പാട്ടും പാടി നടക്കുന്നു. ഈ സിനിമയിൽ തന്നെ ഒരു തമാശക്ക് ഒരു സീൻ അതുപോലെ കാണിച്ചിട്ടുമുണ്ട്. ആ സങ്കല്പത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളൊക്കെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ന്യൂജൻ പ്രേതം, അങ്ങനെയാണ് ഈ ഡെലിലു എന്ന മായ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതാണെങ്കിൽ നമ്മളെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഡെലിലു എന്ന ക്യാരക്ടർ കാണുന്ന സമയത്ത് എനിക്ക് സത്യമായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. എസ്പെഷ്യലി നിവിൻ പോളിയുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻ വരുന്ന സമയത്ത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിരുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു നടിയുണ്ട് നസ്രിയ. നസ്രിയന് ഒപ്പം അല്ല നസ്രിയക്ക് പകരക്കാരിയാണോ അല്ലെങ്കിൽ നസ്രിയനേക്കാൾ ഒരു പടി മുന്നിലാണോ റിയ ഷിബു എന്ന് എനിക്ക് തോന്നിപ്പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയായിരുന്നു അങ്ങനെ? അപ്പോൾ നമ്മുടെ വൈറൽ താരം റിയ ഷിബുവിനെ കാണാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് സിനിമ കണ്ടവരുണ്ടോ? എന്തു തന്നെയായാലും നമ്മൾ മലയാളികൾക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു നടീനെയാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും ഒരുപാട് സിനിമകൾ കിട്ടട്ടെ. അപ്പോൾ മലയാളിയുടെ ക്രഷായിട്ടുള്ള റിയ ഷിബുവിന് ഒന്നുകൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.